ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഡോക്ടർ ഏഞ്ചൽ തോമസ്, കൺസൾട്ടൻറ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, മാസ്ലിവ മെഡിസിറ്റി പാർലെ. ഇഫക്റ്റീവായിട്ട് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ചോദ്യം പലരുടെയും മുമ്പിലുണ്ടാവും. പഠനം അതുകൊണ്ട് തന്നെ പലരും മണിക്കൂറുകൾ ഒറ്റ സ്ട്രെച്ചിലിരുന്ന് പഠിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട്. ഒരിക്കലും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുന്നത് നമുക്ക് പെർഫോമൻസിനെ സഹായിക്കാറില്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായ പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ബോർഡും ഉണ്ടാവും, നമ്മുടെ പെർഫോമൻസ് വളരെ ലോ ആയി പോകും. അതേസമയം ബ്രേക്ക് എടുത്ത് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു സ്റ്റഡി സൈക്കോളജിയിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമായിട്ട് ഉണ്ടായ ഒന്നാണ് SQ3R മെത്തേഡ് എന്ന പഠന രീതി തന്നെ. SQ3R മെത്തേഡിൽ നമുക്ക് 1 മണിക്കൂർ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ് കൃത്യമായി പറയുന്നത്. അതിൽ ആദ്യം നമുക്കൊരു സർവേ, എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളതും ആ 1 മണിക്കൂറിനുള്ളിൽ തീർക്കാവുന്ന ഒരു പോർഷൻ നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അടുത്ത ഒരു 5 മിനിറ്റ്, ആ ഒരു 5 മിനിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ഒരു 40 മിനിറ്റ്സ്, ആ 40 മിനിറ്റ്സാണ് നമ്മൾ ആ പോർഷൻ കവർ ചെയ്യാനായിട്ട് എടുക്കുന്ന എക്സാക്ട് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ഡീപ്പ് സ്റ്റഡി നടത്തുന്നുണ്ട്. ഈ ഡീപ്പ് സ്റ്റഡിയുടെ സമയത്ത് നമുക്ക് കൊച്ചു കൊച്ചു പോയിൻറ്റ്സ് ഒക്കെ കുറിച്ച് വയ്ക്കാം. അങ്ങനെ കുറിച്ച് വെക്കുന്ന പോയിൻറ്റ്സ് നമ്മളെ പിന്നീട് സഹായിക്കും. നമുക്കൊരിക്കലും അവസാന റിവിഷന് മുമ്പ് മുഴുവൻ ബുക്സും ഓടിച്ച് വായിച്ചു പോകാനായിട്ടൊന്നും സാധിക്കില്ല. അപ്പം അവസാന നിമിഷത്തെ റിവിഷന് നമ്മളെ സഹായിക്കുന്നത് ഈ കീ പോയിൻറ്റ്സ് എഴുതി വെക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 40 മിനിറ്റ്സിൽ കീ പോയിൻറ്റ്സ് ഒക്കെ കുറിച്ച് വെച്ച് നമ്മുടേതായ ലാംഗ്വേജിൽ, അതായത് ടെക്സ്റ്റ് അല്ലെങ്കിൽ ബുക്കിൽ കോപ്പി എടുക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് എനിക്ക് മനസ്സിലായത് എന്നുള്ളത് എൻ്റെ തന്നെ ഭാഷയിൽ, ചിലപ്പം ഡ്രോയിങ്സിലൂടെ ആയിരിക്കാം, ഡയഗ്രാം വരച്ചിട്ടായിരിക്കാം, അങ്ങനെ അവനവന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം അത് നമ്മൾ എഴുതി സൂക്ഷിക്കാനായിട്ട്. അങ്ങനെ ഒരു 40 മിനിറ്റ് നമ്മൾ ഡീപ്പായിട്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ നമുക്ക് പഠിച്ച ബുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് എടുത്ത് എന്താണ് ഈ ഒരു കഴിഞ്ഞ 40 മിനിറ്റ്സ് കൊണ്ട് ഞാൻ പഠിച്ചത് എന്നുള്ളത് ഒന്ന് മനസ്സിൽ റീകോൾ ചെയ്ത് നോക്കുക. റീകോൾ ചെയ്യുമ്പം എല്ലാവരെയും സംബന്ധിച്ചും മുഴുവൻ റീകോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ 40 മിനിറ്റ് പഠിച്ച സമയത്ത് എഴുതിയ കീ പോയിൻറ്റ്സ് ഉണ്ട്. ആ കീ പോയിൻറ്റ്സ് എഴുതിയ ഭാഗം ഒന്നുകൂടെ അടുത്ത ഒരു 5 മിനിറ്റ് എടുത്ത് വായിച്ചു നോക്കുക, റിവ്യൂ ചെയ്യുക. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൽ നമ്മൾ എന്തൊക്കെ പോർഷനാണ് പഠിക്കേണ്ടതെന്നും രണ്ടാമത്തെ 5 മിനിറ്റിൽ എന്തൊക്കെയാണ് ആ ഭാഗത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നുള്ളതും, അത് കഴിഞ്ഞിട്ടുള്ള 40 മിനിറ്റ് ആ പോർഷൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം നമ്മൾ ആ ഒരു അടുത്ത ഒരു 5 മിനിറ്റ് എടുത്ത് എന്താണ് ഇത്രയും സമയം നമ്മൾ പഠിച്ചത് എന്നുള്ളത് ഓർത്തു നോക്കുന്നു. അതിനുശേഷം നമ്മൾ കുറിച്ചു വെച്ച പോയിൻറ്റ്സ് ഒന്നുകൂടെ വായിച്ചു നോക്കുന്നു. ഒരേ പാഠഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഒരേ പോർഷനിലൂടെ നമ്മൾ 5 പ്രാവശ്യം കടന്നു പോകുന്നുണ്ട്. അത് നമ്മളെ ഓർമ്മിക്കാനായിട്ട് വളരെയധികം സഹായിക്കും. അതേപോലെ തന്നെ പഠനം വളരെ ഫലപ്രദമാവുകയും ചെയ്യും. ഇങ്ങനെ 1 മണിക്കൂർ നമ്മൾ പഠിച്ചതിന് ശേഷം ആ ഇരിക്കുന്ന സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പോവുക. കൈയും കാലും മുഖമൊക്കെ കഴുകാം, ഒന്ന് ഫ്രഷ് ആവുക. വാഷ്റൂമിൽ പോകേണ്ടവർക്ക് വാഷ്റൂമിൽ പോകാം. പിന്നെ നിർബന്ധമായിട്ടും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മിനിമം കുടിച്ചിരിക്കണം. അപ്പോൾ നമ്മളൊന്ന് മൂവ്മെൻറ്റ്, ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റ് നമുക്കുണ്ടായി കഴിയുമ്പോൾ നമ്മൾ റിഫ്രഷ്ഡ് ആവും. അതിനുശേഷം ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് മാക്സിമം, അതിനുശേഷം തിരിച്ച് വീണ്ടും പഠിക്കാനായിട്ട് വരിക. 1 മണിക്കൂർ കൂടി നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പഠിക്കുമ്പോൾ ഇത്തരത്തിൽ ഓരോ മണിക്കൂറും ഷെഡ്യൂൾ ചെയ്ത് അതുപോലെ തന്നെ ബ്രേക്കും കൊടുത്തു വേണം നിങ്ങൾ പഠിക്കാൻ. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ ഫലപ്രദമാവുകയും നമുക്ക് പഠനം ബോറിംഗ് ആവാതിരിക്കുകയും ചെയ്യും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.